മോഹന പിരിയാതിരുന്നത് നന്നായി. അവിടെ അന്ന് അങ്ങേരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെയുണ്ട്. ഒരിക്കൽ വെള്ളം കോരാൻ പോയപ്പോൾ ഒരു പ്രായമായ സ്ത്രീ എന്നോട് ചോദിച്ചു, മോളെ, മണവാള ചെക്കൻ വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ മറുപടി പറഞ്ഞു. എത്ര നാൾ കാണുമോ എന്തോ എന്നായിരുന്നു അവരുടെ പ്രതികരണം. എനിക്ക് കൃത്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ പോലെ തോന്നി. പിന്നീടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഏതെങ്കിലും കാലിൽ താഴ്ത്തിയാലും ഈ ചെക്കന് നിന്നെ കെട്ടിച്ചു കൊടുക്കരുതായിരുന്നു എന്ന്. എനിക്കാകെ ആശയക്കുഴപ്പവും വേവലാതിയുമായി. എന്താണ് പ്രശ്നം? ഞാൻ തിങ്കളാഴ്ച വ്രതവും ശനിയാഴ്ച വ്രതവും ഏകാദശി വ്രതവും നോക്കിയ ആളാണ്. അങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഇത്ര മോശമായ ഭർത്താവിനെ കിട്ടാനാണോ ഞാൻ ഇത്രയും വ്രതമെടുത്തത് എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോഴും പ്രശ്നം എന്താണെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു. എന്നാൽ കല്യാണത്തിൻ്റെ പുതുമോടി മാറും മുൻപ് എൻ്റെ മാലയും വിറ്റ് നാട് വിട്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലായി തുടങ്ങി. പിന്നീട് ഇത്തരം യാത്രകൾ തുടർക്കഥയായപ്പോൾ ഞാൻ ഉറപ്പുകയും ചെയ്തു. സ്വർണം മാത്രമല്ല, വീട്ടിലെ പല പാത്രങ്ങളും വിറ്റിട്ടാണ് സ്ഥലം വിടുന്നത്. പിന്നീട് 1-2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും. എന്ത് കിട്ടിയാലും വിൽക്കണമെന്ന ജ്വരമായിരുന്നു അങ്ങേർക്ക്. ആരോടും ഒന്നും പറയാതെ പോയി കളയും. ഒപ്പം കടുപ്പം കൂടിയ മുൻകോപവും വാശിയും. എത്രയും പെട്ടെന്ന് ബന്ധം പിരിയുന്നതാണ് ചേച്ചിക്ക് നല്ലതെന്ന് അങ്ങേരുടെ അനുജൻ വരെ എന്നെ ഉപദേശിച്ചു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുതെന്ന്. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ജീവിച്ചു. അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നത് അത്ര എളുപ്പമല്ല. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊന്നും അതിന് പറ്റിയതല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അച്ഛൻ മാർക്കറ്റിലെ ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. നേരത്തെ പോലീസിൽ ജോലിയുണ്ടായിരുന്ന അച്ഛൻ പ്രതികളെ തല്ലാൻ കഴിയാത്തതിനാൽ ആ ജോലി ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയ്ക്കും ചെറിയ പലഹാര കച്ചവടമുണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ അനന്തപയ്യയുടെ കാലത്ത് എറണാകുളം നഗരത്തിൽ പല ഭാഗങ്ങളിലും സ്ഥലമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അതെല്ലാം വിറ്റിരുന്നു. സൗത്ത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 8ാം ക്ലാസ് ആയപ്പോൾ നിർത്തേണ്ടി വന്നു. വീട്ടിൽ പപ്പടം ഉണ്ടാക്കുന്നതായിരുന്നു പിന്നീട് എൻ്റെ പ്രധാന ജോലി. അച്ഛനും അമ്മയും മരിച്ചിട്ട് 25 വർഷത്തോളമായി. സഹോദരങ്ങൾ ഇപ്പോൾ കുടുംബമായി ഗാന്ധിനഗറിൽ തന്നെയാണ്. ഒരു സഹോദരി ചായക്കടയിൽ ഞങ്ങളെ സഹായിക്കുന്നുമുണ്ട്. സത്യത്തിൽ കല്യാണം കഴിഞ്ഞ് ഒരിക്കൽ വെറുതെ ഞാനൊന്ന് വീട്ടിലേക്ക് വന്നതാണ്. എൻ്റെ പിന്നാലെ അങ്ങേരും വന്നു. പിന്നെ തിരിച്ചു പോയില്ല. അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളത്ത് താമസമാക്കുന്നത്. ആദ്യം ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു. പിന്നീടാണ് വാടകയ്ക്ക് എടുത്ത് മാറിയത്. ഞാൻ ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുമെന്നല്ലാതെ വിൽപ്പനയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എവിടെ വിൽക്കുന്നു, എത്ര പണം കിട്ടുന്നു, ഇതൊന്നും എൻ്റെ ചിന്തയിൽ വന്നിട്ടില്ല. ഒരിക്കൽ ആയുർവേദ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവരാണ് ഇങ്ങേർ ചായ മറിച്ചു കളഞ്ഞതിനെ പറ്റി പറഞ്ഞത്. പണം ചെലവാക്കുന്നതിലും നിയന്ത്രണമില്ലായിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഒന്നും കാണില്ല. അങ്ങേരുടെ പോക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ എടുത്തു സൂക്ഷിച്ചു വെക്കാൻ അങ്ങേരുടെ പെങ്ങൾ എന്നെ ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ ഒരു 4 അണ പോക്കറ്റിൽ നിന്നെടുത്ത് അങ്ങേർ കാണാത്ത രീതിയിൽ മാറ്റിവെച്ചു. കുട്ടികളുണ്ടായിട്ടും അങ്ങേരുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല. വീട് വിട്ടു പോക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ ഈ ഒളിച്ചുപോക്ക് കുഞ്ഞുങ്ങൾ അറിവായപ്പോൾ മുതൽ അവരെയും വിഷമിപ്പിച്ചു. ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ കഥ പോലെ തന്നെയാണ്. അതിൽ അച്ഛ അച്ഛ പോകല്ലേ എന്ന് കുട്ടികൾ പറയുന്നത് പോലെ ഇങ്ങേരോട് ഞങ്ങളുടെ മക്കളും പറയുമായിരുന്നു. ആ താളത്തിലല്ലെന്നു മാത്രം. അതുകൊണ്ട് ആ സിനിമ TV-യിൽ എപ്പോൾ വന്നാലും ഞങ്ങൾ കാണും. എൻ്റെ അനുജനും നാടുവിട്ടു പോയ ആളാണ്. ഞങ്ങൾ സുധീന്ദ്രയിൽ ക്യാൻറ്റീൻ നടത്തുന്ന കാലമായിരുന്നു അത്. പൊതുവെ എല്ലാവരെയും പോലെ അവനും തിരിച്ചു വരും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതുണ്ടായില്ല. അത് ഇന്നും എനിക്കൊരു വേദനയാണ്. ആൺകുട്ടികളില്ലാത്തതായിരുന്നു അങ്ങേരുടെ മറ്റൊരു പ്രശ്നം. എപ്പോഴും അക്കാര്യം പറയും. ശേഷക്രിയ ചെയ്യാൻ ആളില്ലാതെ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് വിഷമിക്കുന്നത്. ആൺകുട്ടികളില്ല എന്നത് ഒരു പ്രശ്നമല്ലെന്നും ആണായാലും പെണ്ണായാലും നന്നായി വളർത്തുന്നതിലാണ് കാര്യമെന്നും ഇങ്ങേര് പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ കാണുന്ന ഡോക്ടർമാർ വരെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഒരു കൈനോട്ടക്കാരനും പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങേർക്ക് അതിലൊരു വിഷമവുമില്ല. ആൺകുട്ടികളില്ലെങ്കിലും മരുമക്കളായി കിട്ടിയവർ 2 പേരും ആ കുറവ് നികത്തുന്നുണ്ട്. മാത്രമല്ല, ആൺകുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ അവരുടെ മക്കളെ നോക്കി വീട്ടിലിരിക്കേണ്ടി വന്നേനെ. ഈ യാത്രകളും കാഴ്ച കാണലും ഒന്നും നടക്കില്ലായിരുന്നു. ഈ മനുഷ്യന്റെ യാത്രകളായിരുന്നു ആദ്യകാലത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നം. പക്ഷേ
കാലം ചെന്നപ്പോൾ എങ്ങനെയോ ഞാനും ആ യാത്രയുടെ ഭാഗമായി തുടങ്ങി. ഇപ്പോൾ മക്കളും അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. ഇപ്പോൾ തോന്നുന്നു യാത്ര ചെയ്തു ചെയ്താണ് ഞങ്ങളുടെ സ്നേഹം കൂടിയതെന്ന്. കുട്ടിക്കാലം മുതൽ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ആരും കൊണ്ടുപോകാനില്ല. കല്യാണം കഴിഞ്ഞതോടെ ഇങ്ങേരോടൊപ്പം തിരുപ്പതി യാത്ര തുടങ്ങി. അത് എല്ലാ വർഷവും സ്ഥിരമായി പോകുമായിരുന്നു. ചിലപ്പോൾ ഒരു വർഷം തന്നെ പലതവണ പോകും. പിന്നെ 2000-ൽ രാമേശ്വരത്തു നിന്ന് കാശിക്ക് പോയപ്പോഴും ഞാനുണ്ടായിരുന്നു. ഗാന്ധിനഗറിലേക്ക് വന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. നോർത്തിലെ താമസം തുടർന്നാൽ ഞങ്ങൾ കൂടുതൽ ദുരിതത്തിലായേനെ. അവിടെ അങ്ങേർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. കഞ്ചാവ് വരെ കൊടുക്കുമായിരുന്നു. ഗാന്ധിനഗറിൽ വന്ന് ചായക്കട തുടങ്ങിയതോടെയാണ് ജീവിതം മെച്ചപ്പെട്ടത്. നന്നായി അധ്വാനിച്ചു, സമ്പാദിച്ചു. വിലക്കുറവിലാണ് ഞങ്ങൾ കച്ചവടം നടത്തിയത്. കടയിൽ എന്നും നല്ല കച്ചവടമുണ്ടായിരുന്നു. സ്ഥിരമായി എത്തുന്നവരും പലരുണ്ട്. ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് വാർത്തകളും വന്നതോടെ സിനിമാക്കാർ പോലും വരുന്നുണ്ട്. 2000-ന് ശേഷം അങ്ങേർ ഞാനില്ലാതെ യാത്ര പോയിട്ടില്ല. അങ്ങനെ ഞാനും പതുക്കെ യാത്രക്കാരിയായി. വിദേശത്തൊന്നും പോകുമെന്ന് സ്വപ്നം കണ്ടതല്ല, എങ്കിലും പോയി. ആദ്യമായി വിമാനത്തിൽ പറന്നുയർന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം കൈകോർത്തു പിടിച്ചു. സീറ്റ് ബെൽറ്റ് ധരിക്കാനും മറ്റും ഞങ്ങൾ പരസ്പരം സഹായിച്ചു. പിന്നീട് അങ്ങനെയായി ഞങ്ങളുടെ യാത്ര. പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം അങ്ങേർ ഒരുപാട് വായിച്ചിട്ടുണ്ടാകും. എല്ലാ സ്ഥലത്തെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയാനറിയാം. വിദേശയാത്രകൾ തുടർന്നപ്പോൾ ഞങ്ങൾ പണം കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ ആരംഭിച്ചു. കിട്ടുന്ന പണമെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനായി. അങ്ങേർ പണമെല്ലാം എനിക്ക് തരും. ഞാനാണ് മാനേജർ എന്ന് എപ്പോഴും പറയും. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് സ്ഥലമാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ന്യൂസിലാൻഡ് ആണെന്ന് ഞാൻ പറയും. കാരണം അവിടുത്തെ പ്രകൃതി തന്നെ നല്ല വായുവാണ്. പിന്നെ മിക്ക വിദേശ രാജ്യങ്ങളിലെയും പ്രശ്നം തണുപ്പാണ്. അർജന്റീനയിൽ പോയപ്പോൾ അത് എന്നെ വല്ലാതെ ബാധിച്ചു. ഞങ്ങൾ ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങിയില്ല. ഇതൊഴിച്ചാൽ വിദേശത്ത് വെച്ച് എനിക്ക് അസുഖമൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊന്നും ദൈവം വരുത്തില്ലെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ യാത്ര കഴിഞ്ഞ് ഇന്ത്യയിലെത്തുമ്പോൾ ക്ഷീണമുണ്ടാകാറുണ്ട്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും പോകണമെന്നുണ്ട്. പ്രായവും ആരോഗ്യവും അനുവദിക്കുമോ എന്നതാണ് ചോദ്യം. മക്കളും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാം സഹകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും യാത്ര പോകാൻ സാധിക്കുന്നത്. പണമുണ്ടായിട്ടും ഞങ്ങളെപ്പോലെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങളുടെ വിഷമം പറയുന്ന പലരുമുണ്ട്. വിദേശയാത്ര തുടങ്ങിയതിനു ശേഷം ഞങ്ങളെ ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ പലരും വിളിക്കാറുണ്ട്. ഞങ്ങൾ ചെയ്തത് ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നുന്നത് അപ്പോഴാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. ഏത് വേദിയിലാണെങ്കിലും അങ്ങേർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്. പക്ഷേ എനിക്കതില്ല. എന്നാൽ ആളുകളുമായി ഞാൻ നേരിട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞതാണ് സംഭവിച്ചത്. നമ്മുടെ വിഷമങ്ങൾ മാറുന്ന ഒരു ദിവസമുണ്ടാകും. ആദ്യകാലത്ത് എനിക്ക് ഭർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആവലാതികളുണ്ടായിരുന്നു. എന്നാൽ യാത്രകളിൽ നിന്ന് യാത്രകളിലേക്ക് പോകുന്നതിനിടയ്ക്ക് എപ്പോഴോ അതിന് മാറ്റം വന്നു. പിരിയാതിരുന്നത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്.